ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത്തരം കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അത്തരം നിയമലംഘനങ്ങൾ വന്നാൽ അതിശക്തമായ നടപടിയെടുക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നിരിക്കുന്ന നിർദ്ദേശം. അത് മാനിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, വണ്ടിയുടെ ഓൾട്ടറേഷൻ അനുവദിക്കുന്നതല്ല. ഓൾട്ടറേഷൻ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ടയർ പുറത്തേക്ക് തള്ളിക്കിടക്കുക, അതേ കമ്പനി നൽകുന്ന രൂപത്തിലും മാറ്റം വരുത്താൻ ഇന്നത്തെ ഇപ്പോൾ നിലവിലുള്ള മോട്ടോർ വാഹന ചട്ടത്തിലും നിയമത്തിലും വ്യവസ്ഥയില്ലാത്തതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അനാവശ്യമായ ലൈറ്റുകൾ, കമ്പനി തരുന്ന ഹെഡ്ലൈറ്റ് അല്ലാതെ അഡീഷണലായിട്ട് ലൈറ്റുകൾ വെച്ച് പിടിപ്പിക്കാൻ പാടില്ല. അത് റിമൂവ് ചെയ്യണമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഓൾട്ടറേഷൻ, ഫ്രണ്ട് ഭാഗത്തുനിന്ന് ഒരു ഓൾട്ടറേഷൻ ബസ്സുകൾക്ക് വരുത്താൻ പാടില്ല. ബസ്സിൻ്റെ ബസ് കോഡ് അനുസരിച്ച്, ബസ് ബോഡി കോഡ് അനുസരിച്ചാണ് ബസ് പണിഞ്ഞു വരുന്നത്. അതിനകത്ത് അഡീഷണലായി ലൈറ്റുകൾ വയ്ക്കുക. ഇതൊന്നും മഞ്ഞുള്ള സ്ഥലമാണ്, യെല്ലോ ലൈറ്റ് വേണം, അതൊന്നും പറ്റില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം. അതുകൊണ്ട് എല്ലാവരും ദയവീതി ഈ ലൈറ്റുകൾ റിമൂവ് ചെയ്യുക. എയർ ഹോണിൻ്റെ കാര്യത്തിൽ, ശബ്ദ മലിനീകരണ കാര്യത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന നിർദ്ദേശമുണ്ട്. എയർ ഹോണുകൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവീതി ഇന്ന് തന്നെ അത് ഡിസ്കണക്ട് ചെയ്യുക. പിടിച്ചു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും ആ ഒരു സ്വാധീനവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആരും കരുതിയിട്ട് പിടിച്ചാൽ എൻ്റെ ഉടമസ്ഥന് നല്ല സ്വാധീനമുള്ള ആളാണ്, പൊളിറ്റിക്കൽ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും പരിഗണിക്കത്തില്ല. ഒരു പ്രതീക്ഷയും അക്കാര്യത്തിൽ വേണ്ട. അത്തരത്തിൽ നമ്മൾ പരിഗണിക്കത്തില്ല. നിയമമായി തന്നെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അത് കറക്റ്റായി പാലിക്കണം. അതുപോലെ തന്നെയാണ് സ്പീഡ് ഗവർണർ ഊരിയിടുക. നമുക്കറിയാം, സ്പീഡ് ഗവർണർ ഊരിയിടുന്നതോടെ വലിയ അപകടങ്ങളാണ് സംഭവിച്ചത്. ഈ എല്ലാ ടിപ്പർ ലോറികളിലും സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയായിരുന്നു. അതിൽ ഭൂരിപക്ഷവും അങ്ങനെയായിരുന്നു. അത് തിരിച്ചു പിടിച്ചുകൂടി കേരളത്തിൽ ഈ ടിപ്പർ ആക്സിഡൻറ്റിൽ ആളുകൾ മരിക്കുന്നതിൻ്റെ എണ്ണം നല്ല നിലയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതുപോലെ പ്രൈവറ്റ് ബസ്സുകൾ മത്സര ഓട്ടം ഒഴിവാക്കുക. ഈ സ്പീഡ് ഗവർണർ ഊരിയിടരുത്. പിടിച്ചാൽ വലിയ കർശനമായ നടപടിയായിരിക്കും, വലിയ ഫൈൻ അടിക്കും. അതുകൊണ്ട് ബസ് അതിൻ്റെ വേഗത നിയന്ത്രിക്കണം. ലോറികൾക്കും ഇത് ബാധകമാണ്. ലോറികൾക്കും ഈ സ്പീഡ് ഗവർണർ, എല്ലാ വണ്ടിയുടെയും സ്പീഡ് ഗവർണർ പരിശോധനകൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. അതിന് ശേഷവും ഒരു പരിശോധന കൊണ്ട് അവസാനിപ്പിക്കില്ല. 1, 2, 3 മാസത്തിനിടയിൽ ഇങ്ങനെ റാൻഡമായിട്ട് നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുകൾ മാനിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്, നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് ഉത്തരവ് പാലിക്കണം. ഒരു കാരണവശാലും ഓൾട്ടറേഷൻ പാടില്ല. പിന്നെ ഈ ഡോറിലിരുന്ന് യാത്ര ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. വാഹനത്തിനുള്ളിലിരുന്ന് യാത്ര ചെയ്യാനാണ് വാഹനം, ഷോ കാണിക്കാനല്ല. ഷോ കാണിക്കാൻ വേറെ എന്തെങ്കിലും വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് നടത്തുക. റോഡിൽ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുക, മുകളിൽ കയറി ഇരിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഓടുന്ന വണ്ടി, നിർത്തിയിട്ടേക്കുന്ന വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്നോ, കുഴപ്പമില്ല, വീട്ടിൻ്റെ മുറ്റത്ത്. പക്ഷേ റോഡിൽ ഓടുന്ന വണ്ടിയുടെ പുറത്ത് കയറി ഇരിക്കുക, അതിനെ കൈയും തലയും പുറത്ത് വെളിയിടുക, അത് ഡോറിലിരുന്ന് യാത്ര ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്കൊരു രസമാണെങ്കിലും ഞങ്ങൾ മൂന്നാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്പെഷ്യൽ സ്ക്വാഡിനെ നിയമിച്ചിരിക്കുകയാണ്. പിടിക്കപ്പെടും, വലിയ ഫൈൻ വരും. മാത്രമല്ല, ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട്. നിയമത്തെ മാനിക്കണം. നമ്മളൊരു മദ്രസയിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അവർ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബസ് വന്ന് ഇടിച്ച് തെറിപ്പിക്കുന്ന കാഴ്ച വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. ഇതേ കാഴ്ച നമ്മൾ കൊച്ചിയിൽ കണ്ടു. ഒരു സഹോദരിയെ സീബ്ര ലൈനിൽ നോക്കുമ്പോൾ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ മുമ്പും പറഞ്ഞൊരു കാര്യമുണ്ട്. വണ്ടി ഓടിക്കുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നടന്നു പോകുന്നവരെയും സൈക്കിളിൽ വരുന്നവരാണ്. അവർക്കാണ് ആദ്യത്തെ പ്രയോറിറ്റി. സീബ്ര ലൈനിൽ ആരെങ്കിലും ക്രോസ് ചെയ്ത് കണ്ടാൽ അവിടെ ചവിട്ടി നിർത്തി അവർക്ക് പോകാനുള്ള സൗകര്യം നിർബന്ധമായി ചെയ്തു കൊടുക്കണം. ഇത് ഡ്രൈവിംഗ് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. നമ്മുടെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഒരു ഡിസിപ്ലിനാണ്. നടന്നു വരുന്നവർ, സൈക്കിളിൽ വരുന്നവർ, അവർ ക്രോസ് ചെയ്താൽ അവർക്ക് വേണ്ടി നിർത്തി കൊടുത്ത്, അത്ര ധൃതി വേണ്ട. പതുക്കെ ഇപ്പോൾ ധൃതിയിൽ പോയി ഒരു സഹോദരി ഇടിച്ചേർപ്പിച്ചു, മദ്രസയിൽ വന്ന കുഞ്ഞുങ്ങളെ ഇടിച്ചേർപ്പിച്ചു. സീബ്ര ലൈൻ, അവർക്ക് ക്രോസ് ചെയ്യാൻ അവകാശപ്പെട്ട സീബ്ര ലൈനിൽ അവർ കിടക്കുമ്പോൾ ഈ ഡ്രൈവർ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത് എന്താണ്? അതുകൊണ്ട് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുക മാത്രമല്ല, വണ്ടിയുടെ പെർമിറ്റും, ഈ മദ്രസയുടെ മുന്നിൽ ഇടിച്ച് തെറിപ്പിച്ച വണ്ടി അടക്കമുള്ള വണ്ടികളുടെ പെർമിറ്റും റദ്ദാക്കുന്ന നടപടിക്കും, പെർമിറ്റ് അടിയന്തരമായി സസ്പെൻഡ് ചെയ്യും. ഒരു വിട്ടുവീഴ്ചക്കാരത് ചെയ്യില്ല. ഡ്രൈവറുടെ ലൈസൻസ് പോകും. ഞങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കിയാൽ ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലത്തുനിന്നും ലൈസൻസ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതെല്ലാം കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഒരൊറ്റ ശൃംഖലയിൽ ഇതെല്ലാം വരും. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, ഇതൊക്കെ വളരെ ക്രിമിനൽ കുറ്റങ്ങളാണ്. അപ്പോൾ ആ കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കുക, നടത്താതിരിക്കുക. ഞാൻ മുൻകൂട്ടി ഒരു റിക്വസ്റ്റ് വയ്ക്കുകയാണ്. ഇത്തരം തമാശകൾ വീടിൻ്റെ മുറ്റത്ത് വേണമെങ്കിൽ നമുക്ക് അത് കാണിക്കാം. പക്ഷേ വാഹനം റോഡിൽ ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യവും അനുവദിക്കുന്നതല്ല. എയർ ഹോൺ പാടില്ല, ഫ്രണ്ട് ലൈറ്റുകൾ, എക്സ്ട്രാ ലൈറ്റുകൾ വയ്ക്കാൻ പാടില്ല, ടയർ പുറത്തേക്ക് തള്ളിയിടാൻ പാടില്ല. ഓൾട്ടറേഷൻ, പലതരത്തിലുള്ള ഓൾട്ടറേഷൻ. ഇപ്പോൾ മുകൾ വശം തുറന്ന വണ്ടി തന്നെ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അത് വാങ്ങിച്ചോളൂ. കാരണം അത് കമ്പനി നൽകുന്നതാണ്, അതിന് അംഗീകാരമുള്ളതാണ്, അതിൻ്റെ ബോഡിയുടെ ഷേപ്പ് അതാണ്. പക്ഷേ നമ്മൾ തന്നെത്താനെ ഇതെല്ലാം അഴിച്ച് കളഞ്ഞ് ഒരു ആഡംബരത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പോകുന്നത് ഒട്ടും ശരിയല്ല. ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യവും പ്രതീക്ഷിക്കേണ്ട. അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശനമായ 2 നിർദ്ദേശങ്ങളാണ് വന്നത്. 2 തവണ വന്നു. ഇനി അത്തരത്തിലുള്ള നിർദ്ദേശം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.
ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ വളരെ ശുഷ്കാന്തി കാണിക്കണം എന്ന് അവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്ത് ഫൈനടിക്കാനും കോമ്പൗണ്ട് ചെയ്യാനും ഉപദ്രവിക്കാനൊന്നും അവസരം തരാതിരിക്കും. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരുന്ന് സഹായിക്കണം എന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.